പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനിയും നന്ദുവും ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നീ ചേച്ചിയുടെ ചടങ്ങിന് വരില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പിന്നെ വരാണ്ട് ആകെ വരാൻ കിട്ടിയ അവസരമല്ലേ അത് ഞാൻ പാഴാക്കോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നന്ദു പറയുന്നുണ്ട്, അതെനിക്കറിയാം, നീ ആര് വന്നില്ലെങ്കിലും നീ ആരും കാണാതെ ഇവിടെ എത്തുമെന്നുള്ളത് എനിക്കറിയാം. പിന്നെ വരുന്ന സമയത്ത് ഞാൻ അന്നെടുത്ത് തന്ന ഡ്രസ്സ് ഉണ്ടല്ലോ അത് ഇട്ടാൽ മതി എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അത് കേട്ടിട്ട് അനി പറയുന്നുണ്ട്, ഓ രണ്ടാളുടെയും മനസ്സ് ഒരുപോലെയാണല്ലോ, എന്നാൽ നീയും ഞാനെടുത്ത് തന്ന ആ ഡ്രസ്സ് ഇട്ട് വന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ഫോൺ വെക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. അവർ തമ്മിൽ എടുത്തു കൊടുത്ത ഡ്രസ്സൊക്കെ ഇട്ട് പോകുന്നത്. ആ ഒരു സമയത്താണ് നമ്മുടെ അനിയെ കാണാൻ വേണ്ടിയിട്ട് അവന്തിക വരുന്നത്. അവന്തികയുടെ കയ്യിൽ ഒരു ഡ്രസ്സിൻ്റെ കവർ ഉണ്ടായിരുന്നു. അപ്പോൾ അനി ചോദിക്കുന്നുണ്ട്, ആഹാ നീ എന്താ ഈ സമയത്ത്, എന്താ മോളെ എന്താ വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഒന്നുമില്ല, ഞാൻ ഇന്ന് എനിക്ക് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു. നമുക്ക് നാളെ ഇവിടെ ഒരു പാർട്ടി നടക്കുകയല്ലേ, അപ്പോൾ അതിന് പങ്കെടുക്കുമ്പോൾ നല്ല ഡ്രസ്സ് വേണ്ട ഇട്ട് പോവാൻ. അതിനെക്കൊണ്ട് ഞാനൊരു ഡ്രസ്സ് എടുത്തു. അക്കൂട്ടത്തിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു കളറ് ഡ്രസ്സ് കണ്ടപ്പോൾ ഞാൻ അനിയേട്ടനും എടുത്തു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അനിയേട്ടന് വേണ്ടി എടുത്തു തരുന്ന ഡ്രസ്സല്ലേ, അതുകൊണ്ട് നാളത്തെ ചടങ്ങിന് ഈ ഡ്രസ്സ് ഇട്ട് വേണം അനിയേട്ടൻ വരാൻ എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചും എനിക്കൊരു മറുപടിയും പറയാൻ ആവാത്ത വിധത്തിൽ പറഞ്ഞിട്ട് അവന്തിക അവിടെ നിന്ന് പോവുകയാണ്. ആ ഒരു സമയത്ത് ആകെ കുഴഞ്ഞു മറഞ്ഞ് നിൽക്കുകയാണ് അനി. അനിയുടെ മനസ്സിലേക്കാണെങ്കിൽ നന്ദു എടുത്ത് തന്ന ഡ്രസ്സ് ഇട്ടാൽ മതിയെന്ന് പറഞ്ഞു. പക്ഷേ അവന്തികയാണെങ്കിൽ അവന്തിക എടുത്ത ഡ്രസ്സ് ഇട്ട് വരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അവന്തികയുടെ മനസ്സും വിഷമിപ്പിക്കാൻ പാടില്ല, നന്ദുവിൻ്റെ മനസ്സും വിഷമിപ്പിക്കാൻ പാടില്ല, എന്താ ഇപ്പോൾ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ആ സമയത്താണ് നന്ദുവിനെ ഒന്നും കൂടെ വിളിച്ച് നോക്കിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നത്. പക്ഷെ നന്ദു ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നീട് നമ്മുടെ അനി വിചാരിക്കുന്നുണ്ട്, എന്തായാലും നന്ദുവിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. ഇവൾ ഒരു കുടുക്ക് കുടുക്കിയതാണെന്ന് പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാകും. തൽക്കാലം ഇവൾ തന്നത് ഇട്ട് പോവാം, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചൊറിഞ്ഞുകൊണ്ട് വരും. പിന്നെ മുത്തശ്ശനാണെങ്കിൽ ഇവളെ സങ്കടപ്പെടുത്തുന്നത് അത്ര ഇഷ്ടമല്ല. കാരണം നമ്മളുടെ ഭാഗത്ത് നന്നായി എത്തിയ ഒരു കുട്ടിയല്ലേ. നമ്മുടെ ജലജാനിയുടെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ കുട്ടി നമ്മോട് അടുപ്പം കാണിക്കുന്നത് തന്നെ അത്ഭുതമാണ്. അതുകൊണ്ട് ഇനി അതായിട്ട് പിണക്കി ഉണ്ടാക്കണ്ട. അതുകൊണ്ട് ആ ഡ്രസ്സ് തന്നെ ഇട്ട് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ നന്ദു ആണെങ്കിൽ അനി എടുത്തു കൊടുത്ത സാരി കൊടുത്ത് സുന്ദരിയായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് അനിയുടെ വരവും കാത്തു നിൽക്കുകയായിരുന്നു. അങ്ങനെ അനന്തപുരിക്കാർ ഓരോരുത്തരായിട്ട് ചടങ്ങിന് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നന്ദു നോക്കി നിൽക്കുന്നത് അനിയായിരുന്നു. അങ്ങനെയാണ് നന്ദുവിനെ ഞെട്ടിച്ചുകൊണ്ട് അനി കാറിൽ നിന്നും ഇറങ്ങുന്നത്. ആ ഒരു സമയത്ത് നന്ദു എടുത്തു കൊടുത്ത ഡ്രസ്സല്ലായിരുന്നു അനി ഇട്ടിരുന്നത്. അത് കണ്ടപ്പോൾ നന്ദുവിന് വളരെ സങ്കടം തോന്നി. അവൻ എന്നെ പറ്റിച്ചൂലേ, അവനെടുത്ത് തന്ന സാരി ഞാൻ ഉടുത്ത് അവന് വേണ്ടി കാത്തിരുന്നിട്ട് ഞാൻ എടുത്തു കൊടുത്ത ഡ്രസ്സ് ഇടാതെ ഏതോ ഒരു ഡ്രസ്സ് ഇട്ട് വന്നേക്കുന്നു, അവന് ഞാൻ കാണിച്ചു കൊടുക്കാമെന്നൊക്കെ ചിന്തിച്ചിട്ടും ദേഷ്യം പിടിച്ച് നന്ദു അകത്തോട്ട് കയറി പോവുകയാണ്. ആ ഒരു സമയത്തും നമ്മുടെ അനി അകത്തോട്ട് കയറി വരുമ്പോൾ നന്ദുവിനെയാണ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നത്. നന്ദു അവിടെ ഉണ്ടായിരുന്നില്ല. നന്ദു ഇവിടെ പോയി, ഇവിടെ ഉണ്ടാവേണ്ടതാണല്ലോ, ഞങ്ങളൊക്കെ വരുമ്പം എന്നെയും നോക്കി ഇവിടെ നിൽക്കുന്നതാണല്ലോ, ഇപ്പോൾ എന്ത് പറ്റി, ഇനിയിപ്പം വല്ല ജോലിയിലും ആയിരിക്കുമോ, അല്ലെങ്കിൽ എന്നെ കണ്ടിട്ട് ഈ ഷർട്ട് കണ്ടിട്ട് ദേഷ്യം പിടിച്ച് പോയതായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് എല്ലാവരും അകത്തോട്ട് കയറിയിരിക്കുകയാണ്. ആ ഒരു സമയത്ത് നമ്മുടെ അനിയാണെങ്കിൽ എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ചിട്ട് നന്ദു എവിടെയെന്ന് പോയി നോക്കുകയാണ്. നന്ദുവിൻ്റെ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങോട്ടാണ് അനിയും പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ നന്ദു മുറിയിലിരിക്കുന്ന ഒരു സങ്കടപ്പെട്ടിരിക്കുന്ന കാഴ്ച കണ്ടിട്ട്, എന്താടി നീ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നത്, നിന്നെ മുൻഭാഗത്തേക്കൊന്നും കണ്ടില്ല എന്നൊക്കെ പറയുമ്പോൾ, നീ എന്നോട് മിണ്ടണ്ട, നീ എന്നോട് മിണ്ടാനേ വരണ്ട, ഞാൻ എന്തായിരുന്നു നിന്നോട് ഇന്നലെ പറഞ്ഞിരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞാനിട്ട ഡ്രസ്സിൻ്റെ കാര്യമാവുമല്ലേ, അത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര നേരം നിന്നെ വിളിച്ചു, നീ ഫോൺ എടുത്തില്ല, പിന്നെ ഇങ്ങോട്ട് വന്നതിന് ശേഷം നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് കരുതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നന്ദുവിനോട് സംസാരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത്, എനിക്കൊന്നും കേൾക്കണ്ട, നീ ഒന്നും സംസാരിക്കണ്ട, നീ പോവാൻ നോക്ക്, നീ പറഞ്ഞതുപോലെ ഞാൻ എടുത്തു തന്ന ഡ്രസ്സ് ഇട്ടിട്ട് നിന്നെയും കാത്തു നിൽക്കുകയായിരുന്നു, പക്ഷെ നീ അങ്ങനെയല്ല ചെയ്തത്, ഇതേത് ഡ്രസ്സാടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അത് പിന്നെ എനിക്ക് അവന്തിക ഇന്നലെ രാത്രി കൊണ്ടുവന്ന ഡ്രസ്സാണ്, അവൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോയ സമയത്ത് എനിക്കും കൂടെ എടുത്തു എന്ന് പറഞ്ഞു, അപ്പോൾ അവൾ ഇന്ന് ഇത് ഇടണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ ഞാൻ ഇട്ടതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഒന്നും നന്ദുവിനോട് പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഇത് കേട്ട ഉടനെ നന്ദുവിന് അങ്ങ് ദേഷ്യം വരികയാണ്. ഓ
ഇപ്പോൾ എന്നെക്കാളും വലുതായിട്ട് നിനക്ക് പലരും ഉണ്ടല്ലോ, അതിനെക്കൊണ്ട് ഇനി എന്നോട് സംസാരിക്കാനോ ഒന്നും പറയാനോ എൻ്റെ അടുത്ത് വരണ്ട എന്നൊക്കെ പറയുമ്പോൾ അനി പറയുന്നുണ്ട്, എടി ബാക്കി കൂടി പറയുന്നത് കേൾക്ക്, എന്താണ് സംഭവിച്ചത് എന്ന്. എനിക്ക് നിവർത്തികേടുകൊണ്ട് ഇട്ട് പോയതാണ്, അല്ലാതെ അവൾ എടുത്തു തന്ന ആ ഒരു സ്നേഹത്തിലൊന്നും ഇട്ടതല്ല. എനിക്ക് എപ്പോഴും നീ എടുത്തു തന്നത് ഇടാനല്ലേ ഇഷ്ടം എന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ ഞാൻ എടുത്തു തന്ന ഡ്രസ്സല്ലേ നീ ഇട്ടിട്ട് വരിക, അതിനെക്കൊണ്ട് നീ കൂടുതൽ ഉരുണ്ട് മറിയൊന്നും വേണ്ട. നിൻ്റെ മനസ്സ് എങ്ങനെയാണ് എന്നുള്ളതൊന്നും എനിക്കറിയില്ല, ഈയിടെയായിട്ട് നിനക്ക് കുറച്ച് അകൽച്ച കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ആകെ കുഴഞ്ഞു മറഞ്ഞ് നിൽക്കുകയാണ് അനി. ആ ഒരു സമയത്ത് നമ്മുടെ അവന്തിക അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. എന്തൊക്കെയോ ഇവർ സംസാരിക്കുന്നുണ്ട്, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് അവന്തികയ്ക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ അവന്തിക അനിയുടെ അടുത്ത് വന്നിട്ട്, ആകെ ഹറിബറിയായിട്ട് നിൽക്കുന്ന അനിയുടെ അടുത്ത് വന്നിട്ട്, എന്താ അനിയേട്ടാ പറ്റിയത്, എന്താ പ്രശ്നം, എന്താ ഉണ്ടായത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഒന്നുമില്ല, അത് ഞങ്ങൾ ചില കേസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞതാണ്, അല്ലാതെ വേറൊന്നുമില്ല, വാ നമുക്ക് ചടങ്ങിലേക്ക് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് അനി അവന്തികയും കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്.